നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ചിലർക്ക് മാത്രം എപ്പോഴും ഭാഗ്യം ലഭിക്കുന്നത് എന്ന്? അവർ ചെയ്യുന്നതെല്ലാം വിജയിക്കുന്നു, അവർക്ക് എപ്പോഴും പുതിയ അവസരങ്ങൾ കിട്ടുന്നു. എന്നാൽ നിങ്ങൾ കഠിനാധ്വാനം ചെയ്തിട്ടും ഭാഗ്യം നിങ്ങളെ തുണയ്ക്കുന്നില്ലേ? സുഹൃത്തുക്കളെ, ഭാഗ്യം എന്നത് ആകാശത്തുനിന്ന് പെട്ടെന്ന് വീഴുന്ന ഒരു ലോട്ടറിയല്ല. അതൊരു കഴിവ് ആണ്. നിങ്ങൾക്ക് ബോധപൂർവം വളർത്തിയെടുക്കാവുന്ന ഒരു മനോഭാവം. ഈ വീഡിയോയുടെ അവസാനം എത്തുമ്പോഴേക്കും നിങ്ങളുടെ ജീവിതത്തെ ഭാഗ്യത്തെ ആകർഷിക്കുന്ന ഒരു കാന്തമാക്കി മാറ്റാനുള്ള 4 രഹസ്യങ്ങൾ നിങ്ങൾ പഠിച്ചിരിക്കും. ഇതിലേക്ക് കടക്കുന്നതിനു മുൻപ് ഒരു പ്രധാന കാര്യം, നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ദുഃഖത്തിലേക്ക് വീണുപോകുന്നതിന്റെ കാരണങ്ങളെക്കുറിച്ച് സംസാരിച്ചിരുന്നു. അത് കണ്ടവർക്ക് അറിയാം, നമ്മുടെ ആന്തരിക ലോകമാണ് പുറത്തെ സാഹചര്യങ്ങളെ നിശ്ചയിക്കുന്നത് എന്ന്. അതുകൊണ്ട് ആ വീഡിയോ കാണാത്തവർ അത് ഉറപ്പായും കാണുക. നമുക്ക് നേരിട്ട് വിഷയത്തിലേക്ക് കടക്കാം. ഭാഗ്യം എന്നത് ഒരു കഴിവാണ് എന്ന് പറയുമ്പോൾ അതിൽ ഒന്നാമതായി വരുന്നത് ആഗ്രഹം പൂർത്തിയായെന്ന ഭാവം ആണ്. മിക്ക ആളുകളും ഭാഗ്യം വരാൻ വേണ്ടി കാത്തിരിക്കുന്നു, എന്നാൽ ഭാഗ്യമുള്ളവർ അത് ഇപ്പോൾ തന്നെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇത് മനസ്സിലാക്കാൻ ഒരേ ഓഫീസിൽ ജോലി ചെയ്യുന്ന രാഹുലിന്റെയും അജയന്റെയും കാര്യം തന്നെ നോക്കാം. രാഹുൽ എപ്പോഴും വിശ്വസിച്ചിരുന്നത് താൻ ഭാഗ്യവാനാണെന്നും തനിക്ക് നല്ലതേ സംഭവിക്കൂ എന്നുമാണ്. അജയാകട്ടെ, എത്ര പണിയെടുത്താലും എന്റെ വിധി ഇതാണ്, എനിക്ക് ഭാഗ്യമില്ല എന്ന് പരാതി പറയുമായിരുന്നു. ഒരിക്കൽ രണ്ടുപേർക്കും ഒരു വലിയ അവസരം ഒരുമിച്ച് നഷ്ടമായി. അജയ് അത് തന്റെ നിർഭാഗ്യമായി കണ്ടു തളർന്നിരുന്നപ്പോൾ രാഹുൽ ചിന്തിച്ചത്, ഇത് പോയത് ഇതിനേക്കാൾ വലിയ മറ്റൊന്ന് വരാനാണ് എന്നാണ്. കൃത്യം ഒരാഴ്ചയ്ക്കുള്ളിൽ രാഹുലിനെ തേടി ഇതിന്റെ ഇരട്ടി ലാഭമുള്ള മറ്റൊരു ബിസിനസ് വന്നു. ഇവിടെ ഭാഗ്യം കൊണ്ടുവന്നത് സാഹചര്യമല്ല, മറിച്ച് തന്റെ ആഗ്രഹം നടന്നു എന്ന് വിശ്വസിക്കാനുള്ള രാഹുലിന്റെ ആ മനോഭാവമാണ്. ഈ ചിന്താഗതി നിങ്ങളെ പ്രചോദിപ്പിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഓരോ ലൈക്കും ഈ അറിവ് കൂടുതൽ ആളുകളിലേക്ക് എത്താൻ കാരണമാകും. രണ്ടാമത്തെ കാര്യം അർഹതാബോധം ആണ്. ലോകത്ത് എന്ത് നല്ലത് കണ്ടാലും അത് അനുഭവിക്കാൻ ഞാനും അർഹനാണ് എന്ന് നിങ്ങൾക്ക് തോന്നണം. മറ്റൊരാൾ ഒരു പുതിയ കാറോ വീടോ വാങ്ങുമ്പോൾ അതിന് എനിക്ക് ഭാഗ്യമില്ലല്ലോ എന്ന് ചിന്തിക്കുന്നതിന് പകരം അവർക്ക് ലഭിച്ചെങ്കിൽ എനിക്കും അത് ലഭിക്കാൻ പോകുന്നു എന്ന് ഉറച്ചു വിശ്വസിക്കുക. ഈ നിമിഷം നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക, എന്റെ ഭാഗ്യം എനിക്കിപ്പോൾ ഉണ്ട്, അത് ഞാൻ സ്വീകരിക്കുന്നു. ഈ ഒരു വാചകം എഴുതുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഭാഗ്യത്തെ ഔദ്യോഗികമായി ക്ഷണിക്കുകയാണ്. മൂന്നാമതായി, ഭാഗ്യവാനായി മാറാൻ നിങ്ങൾ ചെയ്യേണ്ടത് ബാഹ്യലോകത്തെ അവഗണിക്കുക എന്നതാണ്. പുറത്ത് എത്ര പ്രതിസന്ധികൾ ഉണ്ടായാലും ഉള്ളിൽ നിങ്ങൾ ഒരു വിജയിയായി തന്നെ ഇരിക്കുക. നിങ്ങളുടെ ബാങ്ക് ബാലൻസ് കുറവാണെങ്കിലും ഞാൻ ഐശ്വര്യമുള്ളവനാണ് എന്ന് ഹൃദയം കൊണ്ട് പറയാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾ ഭാഗ്യത്തെ നിർമ്മിച്ചെടുക്കുകയാണ്. പരാജയങ്ങളെ നോക്കി തളരാതെ ലക്ഷ്യത്തിൽ ഉറച്ചുനിൽക്കുന്നവനാണ് യഥാർത്ഥ ഭാഗ്യവാൻ. ഇതിനായി എല്ലാ രാത്രിയും ഉറങ്ങുന്നതിന് മുൻപ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ വിജയം ഇപ്പോൾ സംഭവിച്ചതായി കണ്ണടച്ച് സങ്കൽപ്പിക്കുക. ആ സന്തോഷം നിങ്ങളുടെ ശരീരത്തിൽ അനുഭവിക്കുക. നാലാമത്തെ കാര്യം സ്വാഭാവികത ആണ്. ഭാഗ്യം ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നത് ഒരു ഭാരമായി കാണരുത്. ശ്വസിക്കുന്നത് പോലെ അത് സ്വാഭാവികമായിരിക്കണം. ഈ 4 കാര്യങ്ങൾ നിങ്ങൾ പരിശീലിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലും അത്ഭുതങ്ങൾ സംഭവിക്കാൻ തുടങ്ങും. സുഹൃത്തുക്കളെ, ദാരിദ്ര്യം എങ്ങനെ ഒരു മാനസികാവസ്ഥയാണെന്നും അതിൽ നിന്ന് എങ്ങനെ പുറത്തുകടക്കാമെന്നും വിശദീകരിക്കുന്ന 2 ഭാഗങ്ങളുള്ള ഒരു വീഡിയോ സീരീസ് ഉടൻ വരുന്നുണ്ട്. പണം കയ്യിൽ നിൽക്കാത്തതിന്റെ കാരണങ്ങളെക്കുറിച്ച് നമ്മൾ അടുത്തതായി സംസാരിക്കും. ആ വീഡിയോകൾ നഷ്ടപ്പെടാതിരിക്കാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഓരോ ചുവടുവെപ്പും വലിയൊരു മാറ്റത്തിന്റെ തുടക്കമാകട്ടെ. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.